ഇന്തോനേഷ്യയിൽ ഒരു ബോട്ട് മുങ്ങി അപകടം ഉണ്ടായിട്ടുണ്ട്. 43 പേരെ കാണാനില്ല എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. 2 മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട്. 53 യാത്രക്കാരും 12 ജീവനക്കാരുമാണ് ബോട്ടിലുണ്ടായിരുന്നത്. ന്യൂസ് ഡെസ്കിൽ നിന്ന് മനു ചേരുന്നുണ്ട്. മനു, എന്താണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്? എപ്പോഴായിരുന്നു ഈ ബോട്ട് അപകടം ഉണ്ടായത്? സേതുലക്ഷ്മി, ഇന്തോനേഷ്യയിലെ ബാലി ദ്വീപിന് സമീപം ഒരു ഫെറി ബോട്ട് മുങ്ങി 43 പേരെ കാണാതായതായാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. 53 യാത്രക്കാരും 12 ജീവനക്കാരും ഉൾപ്പെടെ 65 പേരാണ് ഈ ബോട്ടിലുണ്ടായിരുന്നത്. ഇതുവരെ 2 മൃതദേഹം കണ്ടെടുത്തതായും 20 പേരെ രക്ഷപ്പെടുത്തിയതായും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. പ്രാദേശിക സമയം ഇന്നലെ രാത്രി ഒരു 11:30യോടെയാണ് ഈ അപകടമുണ്ടായത്. ബാലി കടലിടുക്കിൽ നിന്നും ഇന്തോനേഷ്യയിലെ തന്നെ ഒരു പ്രധാന വിനോദസഞ്ചാര ദ്വീപായ ജാവയിലേക്ക് പോവുകയായിരുന്ന KMP തുനു പ്രഥമ ജയ എന്ന ഫെറിയാണ് അപകടത്തിൽപ്പെട്ടത്. 14 ട്രക്കുകൾ ഉൾപ്പെടെ 65 യാത്രക്കാർക്ക് പുറമെ 14 ട്രക്കുകൾ ഉൾപ്പെടെ 22 വാഹനങ്ങളും ഈ ഫെറിയിൽ ഉണ്ടായിരുന്നു. നമുക്കറിയാം ഏകദേശം 17,000 ദ്വീപുകളുള്ള ഒരു തെക്ക് കിഴക്കൻ ഏഷ്യൻ ദ്വീപ് സമൂഹമായ ഇന്തോനേഷ്യയിൽ ഇത്തരം ബോട്ട് അപകടങ്ങൾ ഇപ്പോൾ പതിവായിട്ടുണ്ടാകുന്നുണ്ട്. പ്രധാനമായും സുരക്ഷാ മാനദണ്ഡങ്ങളിലെ വീഴ്ചയാണ് ഇത്തരം അപകടങ്ങളിലേക്ക് വഴിവെക്കുന്നതെന്നാണ് പ്രധാനമായും ഉയരുന്ന ആരോപണങ്ങൾ. കഴിഞ്ഞ മാർച്ചിലും 16 പേരുമായി പോയ ഒരു ബോട്ട് മുങ്ങി ഒരാൾ കൊല്ലപ്പെട്ടിരുന്നു. നിലവിൽ ഉണ്ടായ ഈ ബോട്ട് അപകടത്തിൽ രക്ഷാപ്രവർത്തനം തുടരുന്നതായാണ് നാഷണൽ റെസ്ക്യൂ ഏജൻസി ഇപ്പോൾ അറിയിക്കുന്നത്. 9 ബോട്ടുകളിലായാണ് മേഖലയിൽ ഇപ്പോൾ തിരച്ചിൽ നടക്കുന്നത്. രാത്രിയിലാണ് ഈ അപകടം ഉണ്ടായതെന്നതിനാൽ തന്നെ ഈ വലിയ തിരമാലയും ഇരുട്ടും വെളിച്ചക്കുറവും എല്ലാം രക്ഷാപ്രവർത്തനത്തിന് ആദ്യഘട്ടത്തിൽ വലിയ ദുർഘടമായ വെല്ലുവിളി ഉയർത്തിയിരുന്നു. വെള്ളത്തിൽ വീണ പലരെയും അബോധാവസ്ഥയിലായ നിലയിലാണ് കണ്ടെത്തിയിരുന്നതും. എന്തായാലും മേഖലയിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഓക്കെ മനു, ശരി. അങ്ങനെ ഒരു ബോട്ടപകടത്തിൻ്റെ വിശദാംശങ്ങൾ, ഇന്തോനേഷ്യയിലെ ബോട്ട് മുങ്ങി 43 പേരെ കാണാതായി വിവരങ്ങൾ നൽകുകയായിരുന്നു. പുതിയ അപ്ഡേറ്റുകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയായിരുന്നു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് മനു.